സോ നമ്മൾ സെക്കൻഡ് ഡേ നമ്മുടെ ഹോട്ടലിൻ്റെ ഏറ്റവും മേലുള്ള റൂഫ് ടോപ്പിലാണ് നമ്മൾ. ഇവിടെ സ്വിമ്മിംഗ് പൂളും സംഭവങ്ങളും ജിമ്മും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ കംപ്ലീറ്റ് ഫുക്കറ്റ് ബ്യൂട്ടി കാണാൻ പറ്റുന്ന ഒരു മിഡിൽ ടൗണിൻ്റെ ഒരു മിഡിൽ സിറ്റിയുടെ ഒരു മിഡിലാണ് ഈ ഒരു ഹോട്ടൽ. അതിൻ്റെ കംപ്ലീറ്റ് വൈബാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ കടന്നു കഴിഞ്ഞിട്ട് ഒരു 3 മണി 4 മണി വരെ ഉണ്ടായിരുന്നു പാട്ടും അതും ഇതും. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ 6:30 ആകുമ്പോഴേക്കും ദേ പിന്നെയും സിറ്റി ബാക്ക് ടു നോർമലായി. എന്താണ് ഇപ്പൊ ഇത് വേഷം? ഇതാണ് നമ്മൾ എക്സ്പയർ ചെയ്യുന്നത്. കണ്ട പെട്ടെന്ന് ബോഡി ഒന്ന് വിചാരിക്കുന്നത് തോന്നില്ലേ? അതാണ് അതിന് വേണ്ടിട്ടല്ലേ നമ്മുടെ ലക്ഷ്യം. തിരിച്ചു പോയാ അല്ലേ? അടിപൊളി. ഇന്ന് നമ്മൾ പോകുന്നത് ഫിഫി ഐലൻഡിലേക്കാണ്. സെക്കൻഡ് ഡേ കേട്ടോ. ഫിഫി ഐലൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണേണ്ട ഒരു സംഭവമാണ്. സോ ഞാൻ എന്തായാലും ബാക്കി സംഭവങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ടാക്സി വരും. അപ്പോൾ നമ്മളിത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ ഇനി നേരെ ഫിഫി ഐലൻഡ്. അപ്പം നമ്മൾ ഈ ഐലൻഡിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ബോട്ടിലാണ് കേട്ടോ പോണത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ നിർത്തും. ഇവിടെ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കുറച്ചധികം ഗ്രൂപ്പുകളായിട്ട് ഒരുമിച്ചാണ് അവർ കൊണ്ടുപോകുക. ഇവിടെ നമുക്ക് ഒരു ഗ്രേ ബാൻഡാണ് നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ബ്ലൂ, പിങ്ക് പലതരത്തിലുള്ള ബാൻഡും അവർക്ക് ഓരോരോ ഗൈഡും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ അവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് കഴിച്ച് ഹോട്ടലിൽ നിന്ന് കഴിച്ച് വെച്ചാലും കുറച്ച് കഴിച്ച് ദേ ഇങ്ങനൊരു സ്പീഡ് ബോട്ടിലാണ്. ഇതാണ് നമ്മുടെ ഗ്രേ ബാൻഡിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ ആദ്യം ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകും. പക്ഷെ കടലിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കണ്ടോ എല്ലാവരും കരച്ചിലും ഒക്കെയാണ്. കാരണം ഒരു 1.5 മണിക്കൂർ ബോട്ട് യാത്ര, ഭയങ്കര സ്പീഡും കാറ്റും എല്ലാം കൂടെ ചെരിഞ്ഞിട്ടും എല്ലാം കൂടെ ഷേക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ആദ്യത്തെ സ്പോട്ടിൽ എത്തിയിട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടെ നമുക്കിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇതായി കടലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് അങ്ങനെ നമ്മൾ എത്തുന്നത് മായാ ബേ ബീച്ചാണ്. ഇത് നമ്മൾ പലപ്പോഴും പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇത് ഈ ഒരു ബീച്ച്. അപ്പോൾ നല്ല തിരക്കായിരുന്നു കണ്ടോ. ഇത്രയും ക്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് 1 മണിക്കൂർ ബോട്ട് റൈഡിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് മായാ ബേ ബീച്ചിലാണ് കേട്ടോ. ഇവിടെ ചെരുപ്പ് അഴിച്ചിട്ടിട്ട് വേണം നമുക്ക് പോകാനൊന്ന്. പോയൊക്കെ എന്താ രസമല്ലേ. ഒരു ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. മിത്തുകുട്ടി പറയണ്ടായിരുന്നു എന്താണ് മൂണിൻ്റെ ഷേപ്പാണ് ഇത്ര ഇത്. അതുമാത്രമല്ല കുറേ പിക്ചേഴ്സിൽ അത് നിങ്ങൾക്ക് രണ്ടത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. കുറേ സിനിമയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സും ഇതൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ മായാ ബേ ബീച്ച്. അത് മാത്രമല്ല ഇതിൻ്റെ മണ്ണിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്. മണൽ തരിയില്ല. നമ്മുടെ അവിടെയൊക്കെ മണൽ തരി ഉണ്ടല്ലോ, ഇതിന് തരിയില്ല കേട്ടോ. വെള്ളം അയ്യാ. ഇവിടെ നമുക്ക് സ്വിമ്മിങ്ങും കാര്യങ്ങളൊന്നും പാടില്ല. ഇതുവരെ മാക്സിമം നമുക്ക് പോകാൻ പാടില്ല. അതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് പോകാൻ പാടില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ വെള്ളം അല്ലേ, പച്ച കളർ വെള്ളം. അപ്പം നമ്മൾ ബീച്ചിലൊക്കെ പോയി 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. 11:35 ആകുമ്പോഴേക്കും അവരുടെ ഇതിൽ എത്തണം. അപ്പോൾ നമ്മളിനി വേറൊരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാ വെച്ചാൽ കണ്ടു കുട്ടി കുട്ടി ബോട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 400 ബാട്ട് വെച്ചിട്ട് കൊടുത്താൽ ഇവർ ഈ ബോട്ടിലൊരു സ്ഥലത്ത് ഇതേപോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് നിറയെ ഫോട്ടോ എടുത്തരും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ. അങ്ങനെ കണ്ടോ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ബോട്ടാണ്. അതിൻ്റെ മേലെ ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ എടുത്തുതരും. സ്നോർക്ലിംഗ് ചെയ്യാൻ പോകാൻ റെഡിയായി. അപ്പം നമ്മൾ
ഇവിടെ ഒരു ഐലൻഡിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ. ഇവിടെയാണ് ഒരുവിധം എല്ലാ ടൂർ, ഒരു ബൊഫെ പോലെയാണ് എല്ലാ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെയും, അല്ലെങ്കിൽ ഈ സംഭവം ബോട്ടായിട്ട് വരുന്നവരൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഏരിയയാണ്. കുറേ ഫുഡ് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇതൊരു ബീച്ചാട്ടോ, അവിടെ കുറേ പേര് കുളിക്കുന്നുണ്ട്. നമുക്ക് സ്വിം ചെയ്യാം, കടൽച്ചാട സ്നോർക്കലിംഗ് ചെയ്യാം, കടൽച്ചാട സ്നോർക്കലിംഗ് ചെയ്യാം. ആക്ച്വലി ഇവിടെ നമ്മൾ മാത്രമാണ് ഇങ്ങനെ ഒരു ഡ്രസ്സ് തന്നെ ഇട്ട് വന്നിട്ടുള്ളൂ. കാരണം ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ബിക്നി ടൈപ്പ് ഡ്രസ്സ്, അതിന്റെ മേലൊരു ഷർട്ട് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. കാരണം ഈ സ്നോർക്കലിങ്ങും സ്വിമ്മിങ്ങും അല്ലാതെ രാവിലെ എന്താ പറയാ ഒരു 9 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഫുൾ ടൈം വെള്ളത്തിലാണ്. അപ്പൊ ഈ വെള്ളത്തിൽ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാളെ എന്തായാലും ഷർട്ടും ബിക്നി ടൈപ്പ് ഇടാൻ പറ്റുള്ളൂ, അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വെറുതെ വന്ന പോലത്തെ ഒരു ഫീല് വരും. ഇതിലാവുമ്പോ പിന്നെ ഡ്രസ്സ് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതൊരു അബദ്ധമാണ്. നമുക്ക് ഇവിടെ വേറെ ആരും അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വരും. ഞാൻ എന്താ വെച്ചാൽ 2 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട്. പിന്നെ രവിശേട്ടൻ ഇരുന്ന് ചിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ എന്റെ പണി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. എനിക്ക് നല്ല മോഷൻ സിക്നസ് ഉള്ള ആളാണ് ഞാന്. അതുകൊണ്ട് എനിക്ക് ഈ ബോട്ട് തീരെ പറ്റുന്നില്ല. പക്ഷെ ബ്യൂട്ടിഫുൾ ഐലൻഡ് ആണ്, ബ്യൂട്ടിഫുൾ ബീച്ചസ് ആണ്, കാണുമ്പോ കൊതി തോന്നും നമുക്ക്. പക്ഷെ ഈ ബോട്ട് എനിക്ക് ഒട്ടും പറ്റില്ല. അതും 1 മണിക്കൂർ 1.5-2 മണിക്കൂർ ബോട്ടിൽ ഇങ്ങോട്ടുണ്ട്. അത് അടിപൊളി. ഇതെന്താ കൊക്കോ ബീച്ച് അല്ലേ, ഫുൾ ഇതാട്ടോ. എന്താ പറയാ, ഷോപ്പിംഗ് ഇതാ നമ്മുടെ ഗോവയൊക്കെ പോലത്തെ ഷോപ്പിംഗ്. ഡ്രസ്സുകൾ നല്ല കിടിലൻ ഡ്രസ്സുകൾ കിട്ടും, അതിലൊരു രക്ഷയില്ല. നാളെ നമ്മൾ 7 ഐലൻഡ് ടൂറാണ്. അതിന് ഡ്രസ്സ് കുറച്ചും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. രമേശേട്ടൻ സ്നോർക്കലിംഗ് ഒക്കെ അടിപൊളിയായി ചെയ്തു, സ്വിമ്മിങ് ചെയ്തു. ഇങ്ങനത്തെ കുറേ ഷോപ്പിംഗ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ബീച്ച് വെയർ ആയിട്ട് എല്ലാവരും ഇത് വെച്ചിട്ടാ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ ഇതിങ്ങനെ, ഇതിന്റെ കൂടെ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രസ്സല്ലേ. അപ്പൊ ഇത് മിഥുനൊന്ന് വേണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനത്തെ കുട്ടി കുട്ടി ടോപ്സ് ഒക്കെ ഇട്ടിട്ട് ഉള്ളില് ബ്രാലറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ വരാൻ. അപ്പൊ ഇത് ഊര ഇറങ്ങാം, പിന്നെ തിരിച്ചു വരുമ്പോ ഇത് ഇടാം. നല്ല അടിപൊളി ഫോട്ടോ കിട്ടി. പക്ഷെ എനിക്ക് ഫോട്ടോയുടെ എന്റെ മെയിൻ. അങ്ങനെ നമ്മൾ കായ്നോക്ക് ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇത് തന്നെ പണിയില്ലേ. ഇവിടെ എന്താ വെച്ചാൽ ഓരോ സ്ഥലത്തും ഇവിടെ മെയിനായിട്ട് ഈ ആക്ടിവിറ്റീസ് ആണ് മെയിൻ. ഇപ്പോൾ ഇവിടെ ബനാന ബോട്ട് ആക്ടിവിറ്റിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാം, അതായത് കടലിലിരിക്കാം. കടൽ തന്നെ കടൽ. അപ്പം ഞങ്ങൾ കടലിലിരിക്കാൻ പോവാണ്. പിന്നെ ഭക്ഷണം, പിന്നെ ഒരു ഗുണമുണ്ട്, ഇത് നമ്മുടെ ഗോവ പോലെയൊക്കെ തന്നെ അല്ലേ, അതിൻ്റെ ഡബിളിൻ്റെ ഡബിള്. അതായത് എവിടെ ചെന്നാലും നല്ലോണം ഫുഡും നല്ലോണം ഫ്രഷ് വെജിറ്റബിൾസും നല്ലോണം ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ച് ബീച്ചാണ് ഒരു രക്ഷയില്ലാത്തിട്ട്. ഏത് ബീച്ചിലും നമുക്ക് എന്താ പറയുക കിടന്നുറങ്ങാന്ന് പറയില്ല, അങ്ങനത്തെ നീറ്റ് ആൻഡ് ക്ലീൻ. അതായത് നിലത്തന്നെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം ബീച്ചിൻ്റെ, അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഓരോ ബീച്ചും. ഏത് ബീച്ചാണ് കൂടുതൽ നീറ്റ് എന്ന് ചോദിച്ചാൽ അറിയില്ല, അത്ര അടിപൊളിയായിട്ടാവും. വെള്ളം ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സ്ഥലം അല്ലേ. അങ്ങനെ ഒരു 1 hour നന്നായി റിലാക്സ് ചെയ്തു. ഞാൻ ബീച്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വെള്ളത്തിൽ ആർമാദിച്ച് കളിക്കുകയായിരുന്നു. ഇനി നേരെ നമ്മൾ ഹോട്ടലിലേക്കായിരിക്കും അല്ലേ. ഹോട്ടൽ മീൻസ് ആ സ്ഥലത്തേക്കായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല വെയിലാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഫാൻ അടിച്ച് സൺസ്ക്രീനൊക്കെ വാരി പൊത്തിയിട്ടൊന്നും കാര്യമില്ല. ബട്ട് അതൊന്നും ഒരു കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ഈ ഐലൻഡ് കിടിലല്ലേ. അപ്പൊ നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ചെത്തിട്ടോ. നമ്മൾ ഇന്നലത്തെ വീഡിയോ നമ്മുടെ ഹോട്ടലിന്റെ വൈബ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഏരിയ. രാത്രി ആയപ്പോഴേക്ക് ഫുൾ ഓണായി. ഇന്നലെയൊക്കെ രാത്രി ഞാൻ പറഞ്ഞില്ലേ 3 മണി വരെ ആയിരുന്നു ഇവിടെ. ഇത് ഫുൾ ബാർ ആൻഡ് പബ്ബാണ് കേട്ടോ. നല്ല അടിപൊളി വൈബ്. ഇവിടെ നിന്ന് ഇപ്പൊ ഇനി പാട്ട് തുടങ്ങും, അതായത് ലൈവ് സോങ്ങും ഡാൻസും കാര്യങ്ങളും. സോ രാവിലെ ഒരു 3 മണി വരെയൊക്കെ ഇത് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയുമ്പോ പാട്ടാണോ കേൾക്കണമെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഈ നേരം ആകുമ്പോഴേക്കും ഇവിടെ തിരിച്ചെത്തുന്നതുകൊണ്ട് നമുക്ക് രാത്രി ഇവിടെ ഇത് ഫുള്ള് കുറേ മാർക്കറ്റുകളാണ്. ഇന്നലെ നമ്മളൊരു അടിപൊളി മാർക്കറ്റിലും സ്ട്രീറ്റിലും പോയി ഷോപ്പിംഗ് തന്നെ. ഫുഡും ഒരുപാടുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ മാർക്കറ്റ് ഉണ്ട്, ഇവിടുന്ന് ഒരു 7 മിനിറ്റ് നടന്ന. അപ്പൊ അവിടെ അടിപൊളിയാന്നാ പറഞ്ഞത്. രാവിലെ എനിക്ക് തോന്നുന്നു 9 മണി മുതൽ 5:30 വരെ ബോട്ടിൽ തന്നെയായിരുന്നു. ബോട്ട് കടല് ബോട്ട്. അപ്പൊ നമ്മള് ഭയങ്കര ടയേർഡായി. നാളെ നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം അല്ലേ. നാളെ 8 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. നാളെ നമ്മൾ ഇവിടുന്ന് ക്രാബിൽ പോകും. അപ്പോൾ ക്രാബിയിലാണ്. പിന്നെ നാളെയും ബോട്ട് തന്നെയാണ്. 2-3 ദിവസം ഫുൾ ഐലൻഡുകൾ തന്നെയാണ്. അപ്പൊ നാളെ ക്രാബിൽ പോണ കാരണം ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. സോ അതൊക്കെ എടുത്ത് വെക്കണം. അപ്പൊ ഞങ്ങൾ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അല്ലേ പോവാം. അപ്പോൾ രാത്രി 9 മണിയായി. നമ്മൾ കുളിച്ച് ഫ്രഷായി. നമ്മൾ പറഞ്ഞ ഐലൻഡിലൊക്കെ പോയി വന്ന് ടയേർഡായി നല്ലൊരു ഹോട്ട് ബാത്തൊക്കെ എടുത്ത് ഇപ്പോൾ ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഇനി ഫുക്കറ്റ് നൈറ്റ് ലൈഫ് നമ്മൾ ഇന്നലെയും കാണിച്ചു, കേൾക്കുന്നുണ്ടാവും. ഷോപ്പിംഗ് ഒരു മാർക്കറ്റിൽ പോകണം, അവിടെയും കൂടെ പോകാം, എല്ലതും കഴിക്കണം, നല്ല വിശപ്പ്. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് പോയി നോക്കാം.
ഭയങ്കര അടിപൊളി വൈബ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതിൻ്റെ താഴെ തന്നെ അത്യാവശ്യം നല്ല വൈബാണ്. പക്ഷേ ഇത് അതിനും മേലെ നല്ല പക്ക അടിപൊളി നൈറ്റ് ലൈഫ് വൈബാണ്. രാത്രി 12 മണി, 2 മണി, 3 മണി, 4 മണി വരെയൊക്കെ ഉണ്ട് എന്നാണ് പറയണത്. ഇവിടെ മെയിൻ എന്താ വെച്ചാൽ റെസ്റ്റോറൻറ്റ്സ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ നടക്കുന്ന വഴി മുഴുവനും നമുക്ക് കാണാൻ പറ്റുന്ന ഒറ്റ സംഭവമുള്ളൂ, മസാജ് സെൻറ്റർ. ഓൺലി മസാജ്. ഇവിടെ നല്ല നല്ല ആളുകളെയും കാണാം. എല്ലാവരും വളരെ എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ള. തായ്ലൻഡിലെ ഫുക്കറ്റിലുള്ള പട്ടോങ് മാർക്കറ്റ് വാക്കിംഗ് സ്ട്രീറ്റ്. ഞങ്ങളത് ഫുള്ളൊന്നും പോയില്ല കേട്ടോ. ഭയങ്കര ഒരു സ്ഥലം. 11 മണി നേരത്തുള്ള തിരക്കാണ് നിങ്ങളീ കാണുന്നത്. ശരിക്കും പക്ക നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, അല്ലേ, നടന്നിട്ടും കുടിച്ചിട്ടും കഴിച്ചിട്ടും ആർമാദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് തായ്ലൻഡ്. ബട്ട് നൈറ്റ് ലൈഫ് വേറെ ലെവൽ, വേറെ ലെവൽ. അങ്ങനെ 2 ഡേയ്സിൽ ഫുക്കറ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള 2 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ പോകുന്നത് ക്രാബിയിലാണ് കേട്ടോ. അവിടെ ഇതിലും കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നാളെ നല്ല അടിപൊളി ക്രാബി വ്ളോഗായിട്ട് കാണാം കേട്ടോ. ബൈ.